വെൺപുലരി മഞ്ഞുതുള്ളികളുടെ ഈറനൊടുത്ത് നിൽക്കുന്ന ഈ മനോഹരമായ രാവിലെയിൽ ഞാൻ എഴുന്നേറ്റ് പോവുകയാണ് സുഹൃത്തുക്കളെ ചെന്നൈയിലേക്ക്. കണ്ണനും പീപ്പിയും കൊച്ചും ഒക്കെ ഉറങ്ങുന്നതായതുകൊണ്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല, കാരണം കുഞ്ഞല്ലേ. ഇപ്പോൾ രാവിലെ 6:30 7:45 നമ്മുടെ ഫ്ലൈറ്റ്. ഏഞ്ചൽ കണ്ടോ കുഞ്ഞു കുഞ്ഞു മഞ്ഞുതുള്ളികളിലൂടെ, ആക്ച്വലി മഞ്ഞുതുള്ളിയല്ല, ചെറുതായിട്ട് മഴ പെയ്തു, ഇവിടെ കിടക്കുകയാണ്. നമുക്ക് നേരെ പോകാം ചെന്നൈയിലേക്ക്. സന്ദീപേ, നീ വണ്ടിയും കൊണ്ട് നേരെ അതെ, രാത്രി ഞാൻ തിരിച്ചെത്തും ഗൈസ്. തഗ് ലൈഫ് എന്ന് പറഞ്ഞ മൂവിയുടെ എന്തോ പരിപാടി എന്താണെന്ന് പോണ വഴിക്ക് ഞാൻ ഇനി നോക്കണം, എനിക്ക് വന്ന ഡോക്യുമെന്റിൽ. അതിനുവേണ്ടി ആണ് നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്നത്. ലെറ്റ്സ് ഗോ സന്ദീപ്, വണ്ടി ഇറ. എന്ത് നല്ല മനോഹരമായ രാവിലെയാണ് ഗൈസ്. ചെറിയ മഴ, റോഡിലൂടെ പതിയെ പോകുന്ന, അത്ര പതിയെ അല്ലെങ്കിലും പോകുന്ന വണ്ടികൾ. ആഹാ, വിദൂരതയിൽ എയർപോർട്ട്. കണ്ണൻ എയർപോർട്ടിന്റെ തൊട്ട് പുറകെ താമസിക്കുന്നത് നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. കാരണം എറണാകുളത്ത് വരുമ്പോഴത്തേക്കും ഈ എയർപോർട്ട് അങ്ങ് കോണത്തിൽ കിടക്കുന്ന, കോണം എന്ന് പറഞ്ഞാൽ ദൂരെ, വിദൂരതയിൽ, ചേങ്കോട്ട് കോണം, കാട്ടായി കോണം ഒക്കെ പോലത്തെ കോണം. മറ്റേ കോണം മറ്റേ ഈ ഇങ്ങോട്ട് വരുമ്പോഴേ കോണത്തിന് അർത്ഥം വേറെയാണ്. എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ബമ്പർശ്ശേരിയിൽ കോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ വായും വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങ് മൂലയ്ക്കാണല്ലോ കിടക്കുന്നത് എറണാകുളത്തിൻ്റെ. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങ് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണൻ്റെ വീടിൻ്റെ തൊട്ട് പിറകിലായതുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകാം. രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട്. നമ്മൾ എയർപോർട്ടെത്തി. സന്ദീപ് പോയിട്ട് വരാവേ, ടാറ്റ. ഞാൻ പോണ വഴിക്ക് വായിക്കാനായിട്ടൊരു ബുക്ക് എടുത്ത്, കുറെ നാളായിട്ട് വായിക്കണമെന്ന് വെച്ചോണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പൊ ഇതും വായിച്ച് നമുക്ക് പോകാൻ. ഗൈസ്, കിണ്ണം മഴ എന്ന് പറഞ്ഞാൽ കിണ്ണം മഴ കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള മോർണിംഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോരം ആൾക്കാരാണ് രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോണത്. ബോർഡിംഗ് പാസ് എടുക്കണം സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ഒരു ഫ്ലൈറ്റ് എങ്കിലും നീ സമയത്ത് പിടിച്ചു പോടാ. അയ്യോ ഗൈസ്, എന്റെ തക്ക് ലൈഫ് ഇപ്പൊ പോവേ. കഴിഞ്ഞാ ബോർഡിംഗ് ഇല്ലല്ലേ? ഓ, ഈ ഫ്ലൈറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ ഇൻഡിഗോയുടെ ഫ്രണ്ടിൽ ഡെസ്കിലിരിക്കുന്ന ആതിര എന്ന് പറഞ്ഞ കൊച്ചിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ കൂടെ ഓടി ഈ മച്ചാന്. അവൻ്റെ പൊന്നടാവേ കൊണ്ട് നടക്കണം ഗൈസ് ഫ്ലൈറ്റ്. ഇപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത്. ഒന്നുകൂടാ ആതിര, ഇത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച്. കാരണം മെയിനായിട്ടിരുന്ന ഗേറ്റിൽ വെച്ച് പറഞ്ഞ് ബോർഡിങ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു സാർ, അടുത്ത ഫ്ലൈറ്റ് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ 9:45 ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പക്ഷെ അവൾ തന്നെയാണ് കണക്ട് ചെയ്ത് തന്നത്. മറ്റേ ലാസ്റ്റ് പോയെന്ന് ചോദിച്ചു നോക്കുക, അതാണ് ലാസ്റ്റ് ട്രൈ ചെയ്തത്. അപ്പോൾ ഷീ ഹെൽപ് മീ ആൻഡ് ഐ താങ്ക് ഹർ. 32F അതെവിടെ ആയിട്ട് വരും? ഫ്ലൈറ്റ് കയറി സുഹൃത്തുക്കളെ, എനിക്ക് സമാധാനമായി. എനിക്ക് എന്നെ കണ്ടോ, എൻ്റെ 2 കൈയും ഫ്രീ ആയിട്ടിരിക്കുന്ന, കാരണം എനിക്കൊരു ക്യാമറമാനും കൂടെ കിട്ടി, ജിജിനും ദൃശ്യയും. ഹലോ ഗൈസ്, നൈസ് ടു മീറ്റ് യു. നിങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആണല്ലേ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ചെറുതായിട്ട് 1.5 മില്യൺ അല്ലേ? യൂട്യൂബിൽ എത്രയുണ്ട്? ഏത് പ്രോഗ്രാം ആയിരുന്നു? ക്രിയേറ്റേഴ്സ് കളക്റ്റീവ് ആയിരുന്നു. ബോംബെയിൽ വെച്ചാ? ബാംഗ്ലൂർ ആയിരിക്കും. എന്തായാലും വീണ്ടും നൈസ് ടു മീറ്റ് യു. എന്തിനാ നമ്മൾ പോണേ? തഗ് ലൈഫിന്റെ എന്തിനാണ്? മൂവി പ്രൊമോഷൻ. അവിടെ എന്താ പരിപാടി ഒന്നും ആക്കിയല്ലേ? അവരൊക്കെ കാണാൻ പറ്റുന്ന വിചാരിക്കണോ? ആണല്ലേ? അമിതാഭ് ബച്ചൻ, നമ്മളെ കമലഹാസൻ സാറിനെ കാണാൻ പറ്റുമോ? ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയിരുന്ന പൊളിച്ചതല്ലേ? സിംബു ഉണ്ടല്ലേ? പൊളിക്കും കേസ്. നമ്മളെന്നാ എന്തായാലും ഇറങ്ങട്ടെ. ഇനിയിപ്പം പതുക്കെ ഫ്ലൈറ്റ് ഒക്കെ പറന്ന് 1 മണിക്കൂറെങ്കിലും എടുക്കും ഇതങ്ങാത്ത. നോക്കാം. ഫ്ലൈറ്റ് എടുത്ത് തുടങ്ങി ഗൈസ്. ഒരു മൊത്തം കോമഡി കാണിച്ചു തരാം. പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? പാവം ഗൈസ്, പേടിച്ചിരിക്കുകയാണ്. പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. എനിക്ക് എപ്പോ ഫ്ലൈറ്റിൽ പോയാലും ഇതുപോലെ ആരെങ്കിലും കാണാൻ കിട്ടുന്നതാണ് കോമഡി. എടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇത് എത്ര നേരം കഴിയുമ്പോൾ ടെൻഷൻ മാറും? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ അല്ലേ? ആയി നോക്കുക എറണാകുളം ആകാശത്തുനിന്ന്. ഇനി ഞാൻ പതുക്കെ എൻ്റെ ബുക്കൊക്കെ വായിച്ച് എറണാകുളത്തുനിന്ന് കൊച്ചിയിലോട്ട് പോട്ടെ, എറണാകുളത്തുനിന്ന് ചെന്നൈയിലോട്ട് പോട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ചെന്നൈ പട്ടണത്തിലേക്ക് എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. മന്ദം അങ്ങനെ ഞങ്ങൾ ചെന്നൈ നഗരത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇവിടെ നല്ല മഴക്കോളാം കേട്ടോ. ഇവിടെ മഴ പെയ്യണേ പൊളിക്കും, പക്ഷെ ഭയങ്കര സൗണ്ട്. അവിടെയാണ് ബാഗൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറാൻ പേടിയില്ലാത്ത പെൺകുട്ടിയും ഞങ്ങളും ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്യാബ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എടാ നിങ്ങളുടെ സ്ഥലം എവിടാ? തൃശ്ശൂർ. നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഫ്ലൈറ്റ് ഇരിക്കുകയായിരുന്നു, പക്ഷേ 2 ടീമും ഉറങ്ങിപ്പോയി. ഞാൻ ബുക്കിന്റെ ഒരു പേജ് വായിച്ചു. യെസ്, ഇൻഹെറിറ്റൻസിന്റെ എന്തോനെ കുറിച്ചാണ് ആ ബുക്കെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ പോയി ക്യാബ് എടുക്കട്ടെ. നോക്കൂ സുഹൃത്തുക്കളെ, ഒരു പട്ടി നമ്മളെ വിളിക്കാനായിട്ട് ഏതോ ഒരു പയ്യൻ വരുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഇവനാണ്. ആ ഇതെന്താ ഇത്? ലിസ്റ്റ്. ആ മലയാളിയാണോ? തമിഴ്. ഉങ്ക പേരെന്നാ? യുവനേഷ്. യുവനേഷ്. നൈസ് ടു മീറ്റ് യുവനേഷ്. ഞങ്ങളില്ലേ കാർത്തിക് സൂര്യ മാത്രമല്ലോ. ജിജേന്ദ്ര സിംഗ് എന്താ നെയിം ഉണ്ടായില്? ബാംബെ ലിസ്റ്റ് വരും. എന്റെ കൂടെ തന്നെ വന്നിട്ട് അങ്ങോട്ട് തന്നെയാ ആള്. அந்த ഏരിയയിലേക്ക് ഞങ്ങളും പോകണം. ആ നമുക്ക് ഒന്നിച്ച് പോവാലോ അങ്ങോട്ട്. എടാ അങ്ങോട്ട് വാ. ഓ മൈ ബോയ്, സുഖാണോ? ഹലോ ബ്രോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം കേസ് ഒന്നിച്ച്. എൻ്റെ തമിഴ് നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾക്ക് എനിക്ക് എത്രമാത്രം നൈപുണ്യമാണെന്ന് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് വന്ന കുറച്ച് ക്രിയേറ്റേഴ്സിനെ കിട്ടി. ഹേ ഗൈസ്, ബാനു, ഹായ്. You guys are from Hyderabad, right? Could you come closer? Your name was Nainika, Banu, Soumya and Pooja, all Instagram creators. Could you teach me some Telugu, right? Annadiki. Namaskaram. Means? Vanakkam. Ellarkum vanakkam. That's Tamil. Ellavarkum namaskaram in Malayalam. And something a bit more complex I need. మీరు మీరు అందరూ బావనారా? బావునారా? నేను అందరూ బావునారా? करेक्ट. मीनिंग तो बता. मीनिंग आप सब लोग अच्छा है क्या? अच्छा 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 ठीक है. How are you all? Great. So do you guys have any idea what we are going to do there? Also same in the same boat, right? Okay, let's go there. Yeah. Come on guys. എടാ വാടാ. മീരു മീരു ബാവുനാരാ എല്ലാം പഠിച്ചു. അതെ, ഞാൻ ഭയങ്കര ക്വിക്ക് ലേണറാണ്. നീ പുല്ല് മറന്നും പോയി. മീരു നേക്കു ബാവുനാരാ. അതെ, എടാ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ പോയി തെലുങ്ക് പഠിയടാ. പൊണ്ടാട്ടി കൂടെ ഉള്ളോണ്ട് അവൻ തെലുങ്ക്. അതെ 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 അതെ. നീ അവിടെ ചെന്നിട്ട് നീരു നേക്കു ബാവുനാരാന്ന് ചോദിച്ചേ. ചോദിക്കേ. എന്തിനത്? അത് നല്ല രസമായിരിക്കും ചോദിച്ചേടാ. നല്ല ഉത്തമയായ ഭാര്യയായിരുന്നു. എടാ നീ പോയി ചോദിച്ചോക്കടാ. നീരു നേക്കു ബാവുനാര. വണ്ടി കയറാം. ഇല്ല ഇല്ല ഇല്ല, നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ കയറും കേസ്. ഈ അണ്ണനാണ് കേസ് ഞങ്ങളെ പിക്ക് ചെയ്തത്. അണ്ണാ ഉങ്ങളോட പേര് എന്നെ? ഷേക്കോ? ഷേഖ് അബ്ദുൽ ഖാൻ ജാസിം. ഓ, உங்களோட வீடு எங்க? உங்களோட வீடு சொந்த ஊரு திருநெல்வேலி. திருநெல்வேலி. திருநெல்வேலி ஹல்வா ஸ்பெஷல் கேட்டிருக்காங்க நாங்க. இப்போ இவளோட தங்கச்சியை பார்க்கணும். அந்த ஹோட்டல் அங்க அங்க வண்டி போடுங்க. ഞാൻ പറഞ്ഞില്ലേ കേസ്, തമിഴിൽ ഞാൻ എക്സ്പെർട്ട് ആണ്. എപ്പടി ഇருக்கு എങ്ക തമിഴ്? ആ കണ്ടാ, ഞാൻ ഇല്ലിരുന്നേ കാണായിരുന്നു. നിന്റെ തങ്കച്ചി ഒന്നും കാണാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ കാണാൻ കേസ്. ഇപ്പൊ ഇഡ്ഡലിയും കൊണ്ട് ചോന്നുകൊണ്ട് വന്നേക്കാണ്. അണ്ണാ ഉങ്ങളുടെ വീട്ടില് യാറാറ് ഇருக்கு? പശുവോ? ആ പിള്ളേങ്ക. ആ അപ്പുറം അമ്മ വൈഫ് സിസ്റ്റർ. പെരിയ ഫാമിലി. നീങ്ക താ ഗൃഹനാഥ. ഗുഡ്. തങ്കച്ചിയെ പാക്കലാം ഗൈസ്. ഇതാണ് ഇവളുടെ തങ്കച്ചി. പക്ഷെ ഇത് കണ്ടിട്ട് തങ്കച്ചിയല്ല, അക്കയാണെന്നാണ് തോന്നുന്നത്. നമസ്കാരം. നീങ്ക ഇവളോട് മലയാളിയല്ലേ? ആ ഹലോ, അടിമുത്ത ഹൈഫൈ. ഇത് തങ്കച്ചി കിടയാതന്നെ. ഇത് വന്ന് അക്ക, പെരിയ അക്ക. അവര് ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യട്ടെ ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് മഹാബലിപുരം. ரொம்ப பிரமாதமான ஹெலிகாப்டர். நல்லா இருக்கு.
കണ്ട ഗൈസ്, ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഹെലികോപ്റ്റർ ആണെന്ന്. എவ்வளோ ആച്ച്? 700. കൊള്ളാം. തഗ് ലൈഫ് മൂവി ഇല്ലയാ, അതുകൂടെ പ്രൊമോഷനുക്ക് പോയിട്ട് இருக்காங்க. അജിത് സാർ അജിതല്ല, കമലഹാസൻ സാർ ചിലപ്പോ അവിടെ വരും. നിങ്ങൾക്ക് പിടിക്കുമോ? നിങ്ങ യാരുടെ ഫാന്? ഫാനൊന്നും ഇല്ല. നല്ലതാ. ആര് കഴിഞ്ഞോ ഇതിന്റെ പരിപാടി? ഇഡലി കിട്ടിയാ? ഇത്ര ഇഡലിയാ? ഇത് മൊത്തം വില്ലേജ് ഗ്രാമത്തേക്കും ഇഡലി കൊടുത്തിട്ട്. എത്ര ഇഡലി ഇത്? ഒരു ജില്ലക്ക് മൊത്തമുള്ള ഫുഡ് കൊടുത്താ? അത് ഇഡലി ഇല്ല. പിന്നെ ഏത്? എന്നെ ലഞ്ച് അല്ല ഏത്? ചോറ്. ഓക്കെ, ഞാന് സാപ്പിടറേ. ബൈ ബൈ. ബൈ മക്കളെ, ബൈ ബൈ. അയ്യോ, എന്ത് സ്നേഹമാടി. ഇവരെ കാണാതെ പോയിരുന്നെങ്കിൽ അത് വിഷമമായി പോയ. സത്യം. താങ്ക് യു അണ്ണേ നിപ്പാട്ടുറതുക്ക്. നമ്മള് മഹാബലിപുരത്തോട്ടാണ് പോണത്. ഞാൻ എല്ലാം മനസ്സിലാക്കി. ഇത് കണ്ട, സോളാറിൽ കറങ്ങണ ഹെലികോപ്റ്റർ കണ്ട. സെറ്റല്ലേ? പുള്ളി സാധനങ്ങളാണ് ഗൈസ്. തമിഴ്നാട് വൈബാണ് ഭയങ്കര. ഗൈസ് ഞാൻ ഞെട്ടി. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് എയർ ഫ്രഷ്നർ ആണ്. നീ ഹെലികോപ്റ്റർ ഇത് എപ്പടി എയർ ഫ്രഷ് പണിട്ട് இருக்காங்க? ഇതിലിരുന്നിട്ട് മണം വന്നിടും. ഓ അയ്യോ അണ്ണാ, സ്റ്റിയറിംഗ്. പെർഫ്യൂം ഊത്തുമ്പോ സ്മെല്ല് വരും. വെയിലേക്ക് കാഞ്ഞിരോ? ഡ്രൈ കിടില സാധനം ഗൈസ്. ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ വന്ന പോലെ വൈബാണ്. ഇതാണ് ഗൈസ് പസുങ്ക. ഹലോ വണക്കം, പേരെന്നെ ഉങ്ങളുടെ? ഓമാര് മൈൻഡ് പോലും ചെയ്യണില്ല. എന്നെ മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഞാൻ പുഴുത്ത് അവരുടെ അടുത്ത് കുറച്ച് കൊച്ചു വിശേഷം ചോദിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കിയിട്ട് തിരിഞ്ഞ്. മെട്രോപൊളിറ്റൻ സിറ്റി ആയി കഴിഞ്ഞാലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ വേസ്റ്റ് ഡിസ്പോസൽ. ഡൽഹിയിലും ഇതേ കണക്കാണ്. വേസ്റ്റിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്റെ മോനെ, ഒരു റിസോർട്ടിന്റെ സൈഡിൽ സെറ്റ് ചെയ്തേക്കണം. കൊള്ളാം അല്ലേടാ? നീ ഒരു കാര്യം ശ്രദ്ധിച്ചാടാ, പെൺകുട്ടികളെല്ലാം നല്ല രീതിയിൽ ഒരുങ്ങി മുതുക്ക് ബാഗുകളൊന്നും ഇടൂല. ആണുങ്ങളെല്ലാം പഴമിഴിങ്ങണ കണക്ക് വലിയ ബാഗും തൂക്കി. പെൺപിള്ളേർ അവരുടെ ഔട്ട്ഫിറ്റിൽ ഭയാനകമായ ശ്രദ്ധയാണ് ചെലുത്തുന്നത് കേട്ടാ. എന്നെ നോക്കിയാണ് സ്കൂൾ ബാഗ് സ്കൂബിയുടെയും ചങ്ങാതിയായിട്ട് വന്നേക്കുന്നത് പോയ പോലെ നോക്കണേ. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഈ നടന്നു പറഞ്ഞ പെൺപിള്ളേരാണെങ്കിലും എല്ലാവരും ഒരൊറ്റ എക്സ്ട്രാ ബാഗില്ല. അത് ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പയ്യന്മാർ മൊത്തത്തിൽ ഉഴപ്പാണ് ഗൈസ്. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്റ്റൈലിന്റെ കാര്യത്തിൽ ഗൈസ്. ചുമ്മാ പറയല്ല, ഇവിടെ ഒരു പൊങ്കാലയ്ക്കുള്ള ആളുണ്ട്. എൻ്റെ പള്ളി ഇതിൻ്റെ അകത്ത് വെച്ച് എനിക്ക് തോന്നല്ല നമ്മുടെ പേരും മറന്നുള്ള കമലഹാസൻ സാറിനെ കണ്ടോ അല്ലെങ്കിൽ അവരെ കണ്ടോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാം ഇവിടെയൊക്കെ എന്തൊക്കെയാ കലാവിരുതുകളെന്നൊക്കെ. സാധാരണ കാലാവസ്ഥയിൽ വ്ളോഗ് ചെയ്യുന്ന തമിഴ് വ്ളോഗർമാരെ നമുക്ക് വിദൂരതയിൽ കാണാം. എണ്ണ പണിട്ടെടുക്കാങ്ക എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ, അതെ, ഷുവർ ബി ഹിയർ എന്നൊക്കെ പറഞ്ഞ് ഗൈസ്. ഏതോ ഒരു പയ്യൻ വന്നിട്ട് ഇവിടെ എന്തിനാണോ എന്തോ നോക്കട്ടെ ഗൈസ്. കിട്ടി. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കിട്ടി. നമ്മളിതിൻ്റെ ട്രെയിലർ ലോഞ്ചിനാണ് വന്നേക്കുന്നത്. അതായത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സിന് ഇത്രയൊരു ഗ്യാതറിങ് വിളിച്ചു കൂട്ടി ഒരു ട്രെയിലർ ലോഞ്ച് സെറ്റ് ചെയ്യുന്നു. എവിടെ തട്ടിയാലും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഭഗവാനെ. എവിടെ നോക്കിയാലും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോടാ. നമ്മൾ തന്നെ ഈ ബാഗും തൂക്കി ഇറങ്ങിയേക്കണത് ഓരോ ആൾക്കാരെ കാണാം. ഇവൻ പറന്നു വന്നടാ. ഇത് ഓരോ ഫ്രെയിമായിട്ട് അവർ കീപ്പ് ചെയ്തേക്കണം കേട്ടാ. അതുകൊണ്ട് ഇവിടെ ഇവർ ഫോട്ടോ എടുക്കുന്നു, ഇവിടെ ഈ പെണ്ണിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു, അവിടെ ആ പെണ്ണിൽ നിന്ന് മണി അടിക്കുന്നു. മണി അടിച്ചപ്പോൾ അവിടെ നിന്ന് എന്തോ വരുന്നു. അതെന്താ സംഭവം? ഹായ് ഉള്ളൂ എന്തൊരു ഇറങ്ങി വന്നു. ഞാൻ പോയി അടിച്ചാലും കിട്ടുമോ എന്തോ മണി. അയ്യോ വയ്യെന്ന് തോന്നുന്നു അവക്ക്. ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്കും കണ്ടമാനം വാരി പറക്കി എടുക്കുകയാണ്. മിടിക്കുക അടി, നീ മിടിക്കുക. ഞാൻ പോയി അടിച്ചു നോക്കട്ടെ ഗൈസ് മണി. ഞാൻ അടിച്ചു നോക്കട്ടെ ഗൈസ്. എൻ്റെ മോനെ ഇതെന്തുവാ? തഗ് ലൈഫിനെ പഠിച്ചു. താങ്ക് യു മണി അടി എണ്ണ. പൊളി സാധനം കേട്ടോ. ഇവിടെ മണി അടിച്ചാൽ എന്തെല്ലാം കിട്ടുമോ? ഇവിടെ അത് തന്നെ. രണ്ടിടത്തും ഒരേ സാധനം തന്നെ കേട്ടോ. അത് പൊളി സാധനം. ഇവിടെ എന്തിനും ഇരിക്കണം ഗൈസ്. ഇതെന്താ സംഭവം? എന്തിനാണോ ഫോട്ടോ ആണോ തോന്നുന്നു. ഇതെടുത്ത് ഫ്രെയിം ചെയ്ത് തരുമോ?
ഉള്ള പൊളി സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിം ചെയ്ത് കിട്ടും സാധനം. പൊളി. നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് നിന്ന് ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. കൊള്ളായിരുന്നു ഗൈസ്. ഈ സ്ഥലം ഇത്രയും വലുതാണ്. ഇതിൻ്റെ അകത്തോടെ അടക്കം അവർ മാപ്പ് വരെ തന്നേക്കാണ്. RKFI അതൊക്കെ എന്തിനാണോ എന്തോ. നമ്മളെനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നേ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിപ്പോൾ ഒരു തമിഴ് പടം, ബിഗ് ബഡ്ജറ്റ് പടം. അപ്പോൾ ഇവർ ഈ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ടാണ് ഇവിടെ ഇവൻ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു ഇവൻറ്റിലൂടെ ഉള്ള ഇവരുടെ കവറേജ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 50 കോടി പടം അല്ലെങ്കിൽ 60 കോടി പടം അതൊരു ഓൾ ഇന്ത്യ ലെവലിൽ പോകാൻ സാധ്യത ഉള്ള പടമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി ശരിക്കും പറഞ്ഞാൽ അവർ ഇതുപോലെ മാർക്കറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തായാലും വെർത്തായിരിക്കും ഗൈസ്. ഇവിടെയാണ് ഫുഡിങ് ഏരിയ കേട്ടോ. നമ്മൾ നടന്ന് ഫുഡിങ് ഏരിയയിലെത്തി. എൻ്റെ മാർക്കറ്റിംഗ് ബ്രെയിൻ ഇരുന്ന് തുടിക്കുന്ന സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ടിട്ട്. ഇതിൻ്റെ അപ്പുറം കിട്ടുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ മതി. വരട്ടെ, വൺ ഡേ എൻ്റെ പൊന്നും ഗൈസ്. ഒരു പൈസ മുടക്കി ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ എന്തെന്ന് പോലും എനിക്കറിഞ്ഞു. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സുനാപ്പി ഇത് എന്താ ഇത്? ഈ പൈപ്പോ PVCയോ? ഒരു കല്യാണ മണ്ഡപം വൈകിട്ടിട്ട് അവരെന്തോ ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തരാണെന്നാണ് എൻ്റെ ചോദ്യം. ബ്രോ ഇത് എന്നെ അത് എന്തോ വലിയ സാധനമാണെന്നുണ്ട്. പേര് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഗഹനമായ സാധനമാണ് സുഹൃത്തുക്കളെ. പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങേർക്ക് 1500 ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അറിയാം. ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടാ. ഇതെന്നത്? അതെന്നാ? ഓ, റിമോട്ട് ക്യാമറ. ആദ്യമായിട്ട് കാണുക ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു കൊച്ചിരുന്ന് ക്യൂട്ട്നെസ് വിതറാണ്. കണ്ട നോക്കിക്കണ്ട. ഇപ്പം ക്യൂട്ട്നെസ് ഇടുക. ക്യൂട്ട്നെസ് ഇടുന്നില്ലേ? ഇപ്പം എടുപ്പെടും. ക്യൂട്ട്നെസ് വന്നു. കടാ. അയ്യോ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തനതായ ഹാബിറ്റാറ്റിൽ കാണാൻ എന്തൊരു രസമാണ് ഗൈസ്. ഹായ് കാണണ്ട ഗൈസ്. ഈ കാണുന്ന ഡാൻസാണ് അവരവിടെ കളിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അമ്പോ ഗൈസ്, ഈ ഡാൻസ് ഇൻഫ്ലുവൻസേഴ്സിന് എന്ത് രസമാണെന്നറിയാവോ. ഡാൻസ് പഠിക്കുക, കളിക്കുക. പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ലൈഫ് സ്റ്റൈൽ വാപ്പളികൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. പക്ഷെ നല്ലതായിട്ട് കളിക്കണം കേട്ടോ പെൺപിള്ളേർ ഡാൻസ്. കഴിഞ്ഞ് ഷോ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴാണ് കളിക്കണേ? ഇപ്പം കളിക്കുമോ? ഞാനില്ല, നിങ്ങൾ കളിക്കുക, ഞാൻ കാണാം. നിങ്ങൾ ഡാൻസൊക്കെ ചെയ്യണതല്ലേ? അല്ലേടാ? പൊളിക്കട്ടെ. ഇപ്പം ചെയ്തവരെ ഇരട്ടി പൊളിയായിട്ട് നിങ്ങൾ ചെയ്യണം. അത്രയും പറ്റണം. മലയാളികളുടെ മാനം കാക്കടാ. എന്നെ കൊണ്ടാ പറ്റണില്ല. യെസ്, നമ്മളെ പിള്ളേർ അരങ്ങിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കലിപ്പണ്ണ എന്നെ കലിപ്പായിട്ട് നോക്കി. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടില്ല എങ്ങനെ നോട്ടോ. അണ്ണാ, നിങ്ങൾ കലിപ്പാണോ? കലിപ്പല്ലെന്നാണ് എൻ്റെ അർത്ഥം സുഹൃത്തുക്കളെ. ഓക്കെ, പൊളിക്ക് പിള്ളേരെ. പൊളിക്ക്. അയ്യോ, ഇതാണല്ലേ അപ്പം ഇത് ചെയ്യണത്. ഇവിടെ മിടുക്കം ക്യാമറ. അത് പൊളിച്ച കേട്ടോ അവർ രണ്ടുപേരോട്. എന്നിട്ട് അവർ കളിക്കണത് ഇപ്പുറമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ. ഫയൽമാൻ ജയിച്ച് പിള്ളേരെ. മലയാളികളുടെ മനം കത്തടാ. പൊളിച്ച്. ഇനി നിങ്ങളുടെ വീഡിയോ വരും കേട്ടോ അവിടെ. അതെടുക്കാം. ബാ, അത് മാന്യത. ഇല്ലെങ്കിൽ നമ്മൾ മാത്രം അഴിവും. ബാ, നമ്മളെല്ലാം കൂടെ കയറി കളിച്ച് കഴിച്ച് പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. പക്ഷെ ഇപ്പം അത് മാറി. ഇത് വീഡിയോ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കളിച്ചതിൻ്റെ. അയ്യോ, എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആ വീഡിയോ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അണ്ണേ, இந்த வீடியோ எப்படி கிடைக்கும்? நீங்க வைஃபை மூலமா இங்க QR கோட் ஸ்கேன் பண்ணீங்கன்னா டவுன்லோட் பண்ணுங்க. வைஃபை மூலம். ஓகே. இங்க லோக்கல் வைஃபை இருக்கும். ஓகே. എടാ നീ വാങ്ങിച്ചിട്ട് എനിക്കൂടെ അയച്ചു തരണേ. ഓക്കെ, മതി. അവൻ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങളുടെ പരിപാടി. പുളി കേട്ടാ. എന്തരടാ പുളി. നമ്മൾ ഡാൻസ് കളിച്ച് തകർത്ത് വേറെ ലെവലിൽ പോയി. ജിങ്കിടി ജിങ്കാര അത്രേ ഉള്ളൂ. എന്റെ മോനെ ഗൈസ്, ഒരു പൊങ്കാലയ്ക്കുള്ള ആളാ കേട്ടാ. ഒമ്പടോ, എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ട്രെയിലർ ലോഞ്ച് നടക്കാൻ പോണ കേട്ടാ ഗൈസ്. പക്ഷെ എനിക്ക് തോന്നണില്ല നമുക്ക് ആരെങ്കിലും അടുത്ത് കാണാൻ പറ്റുന്നു. വേണേൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളത് വെച്ചൊന്ന് കാണിച്ചു തരാം. അവരൊക്കെ പോയായിരിക്കാം. അപ്പോൾ ഇരിക്കുമ്പം കാണിച്ചു തരാം. ദാണ്ടിരിക്കണ എല്ലാവരും. എൻ്റെ പൊന്ന് ഐശു അവിടെ ഇരുന്ന് മലയാളികളെ ഊക്കണതും കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഐശു. എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടു, കൗണ്ടർ കൊടു. മലയാളികൾ റെപ്രസെന്റ് എന്തെങ്കിലും പറയാൻ പറഞ്ഞേക്കാണ് ഗൈസ്. പറവണ്ണ എന്തെങ്കിലും അങ്ങോട്ട്. എനിക്കിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മണി സർ
രണ്ടാമത്തെ പ്രാവശ്യമാണ് മണി സാറിലൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഐ ഡോണ്ട് തിങ്ക് എനി ആക്ടർ വിൽ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് വിത്ത് മണി സാർ. മലയാളത്തിൽ പറയാൻ പറഞ്ഞിട്ട് അവർക്ക് മലയാളം പറ്റില്ല. തമിഴൊക്കെ പറയുന്നുണ്ട്, മലയാളം കൂടെ എന്തെങ്കിലും രണ്ട് വാക്ക്. അത് അന്തസ്. മണി സർ, കമൽ സർ കോംബോ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളി. ആസ് യൂഷ്വൽ സെറ്റിൽ പോകുമ്പോൾ ഞാൻ ബുക്കും പേപ്പറും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അവർ വർക്ക് ചെയ്യുന്ന രീതി. അടിപൊളി. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് വിശന്ന് കണ്ണ് കാണാൻ വേണ്ടായി ഗൈസ്. എന്തൊക്കെയോ കൈ കിട്ടിയത് അതെല്ലാം ഞാൻ വാരിക്കൊണ്ട് വന്നു. ഇത് മീനാണെന്നറിയാം, ഇത് കോളിഫ്ലവർ, ഇത് വെജ്, ഇത് തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അതാണ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. ഒരളുത്ത് വരണം മട്ടൻ. നമ്മടെ തമിഴ്നാട്ടിലൊരു പ്രത്യേക സ്റ്റൈൽ ബിരിയാണിയാണ്. നിങ്ങൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത്. കുറച്ചെടുത്തിട്ട് പൊളി ബിരിയാണി കേട്ടോ, കഴിച്ചിട്ടില്ല. ഫുഡും കഴിച്ചിട്ട് വന്ന് അടുത്ത കമൽഹാസൻ സാർ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ഇരുന്നപ്പോൾ ഗൈസ് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് 2 കൂട്ടുകാരെ കിട്ടി. നൻപ, ഇത് എന്നോட വ്ളോഗ്. ഇത് പ്രിയങ്ക, ഉന്നോட പേരെന്നെ വിനോദ് ഓർ പ്രിയങ്ക മസ്താനി. ചുമ്മാ വെറുതെ ഒരു സൈഡിൽ കൂടെ പോയപ്പോ വന്നതാണെന്ന്. മലയാളം തെരിയാതെ, അതാണ് പ്രശ്നം. എനിക്ക് തമിഴ് തെറിയും, കൊഞ്ചം ഞാൻ കത്തിച്ചിട്ട് இருக்காங்க. കത്തിക്കിട്ട് இருக்காங்க. ഇവിടെ ഇപ്പോ എന്നെ നടക്ക പോറ ഇവരെല്ലാം വരും. எங்க இருந்து பார்க்க வட்டே எடுக்கும் கைஸ். நம்ம ஸ்டேஜ் ரொம்ப பிரமாதமா இருக்கு. எப்படி இருக்கு எந்த தமிழ்? സമാരോ കമന്റ് ബിലോ. അവർക്ക് കമന്റ് കൊടുക്കണ്ട, കമന്റ് ഒന്നും ചെയ്യണ്ടേ കണ്ടുണ്ടെന്ന്. നീങ്ക തമിഴ് താനാ ആനാനാ ആനാനാ. മലയാളത്തിൽ പേശ. കളിച്ചില്ല, കഴിച്ചോ. എവിടെ പോയി? നീങ്ക കഴിച്ചോ? ഓക്കെ, കഴിച്ചു. ഹോ, എന്താടാ ഞാൻ മലയാളം പഠിപ്പിച്ചെടുക്കണ്ടാ പിള്ളേരാ. നീ കളിച്ചോ? ഞാൻ ബിരിയാണി കഴിച്ചിട്ടുള്ള ക്ഷീണത്തിൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ആണല്ലേ. എടാ നീ കളിച്ചോ? കളിച്ചല്ലേ? അതല്ലടാ, കഴിച്ചോന്ന് അവര് ചോദിച്ചതാണ്. പ്രിയങ്ക, ഉങ്ങളോட ഐഡി என்ன? പ്രിയങ്ക _മസ്താനി. ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബില് പ്രിയങ്ക മസ്താനി. എന്റെ സബ്സ്ക്രൈബേഴ്സ് പോയി പാത്തിടുങ്കോ. പ്രിയങ്കോ മസ്താനി பார்த்துடுங்கோ और சப்ஸ்கிரைப் பண்ணிடுங்கோ. ஓகேண்ணா? எனக்கு கொஞ்சம் ട്രാൻസ്ലേറ്റ് பண்ணி തന്നിടുങ്കോ. ഓക്കെ, അപ്പോൾ കണ്ടിപ്പാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി പരിപാടി തുടങ്ങട്ടെ, എന്നിട്ട് വരാം. ഗൈസ്, ബേസിക്കലി ഇപ്പോൾ ഇവിടെ നടക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമൽഹാസൻ സാറും എല്ലാവരും വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പം ഈ ഫ്രണ്ട് ഇരിക്കുന്ന 3 റോ നിറച്ച് സീരിയലും ഇവിടുത്തെ മറ്റേ വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെ ആണെന്ന് തോന്നിയിരിക്കുന്നത്. അപ്പം അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ മഞ്ഞക്കോയിലും നീലപ്പിപ്പിയും ഒക്കെ ആയിട്ടുള്ള ബാക്കി ചാനലുകളെല്ലാം അവരുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. കമൽ സാറും സിംബുവും തൃഷയും ബാക്കി അവരുടെ മെയിൻ കാസ്റ്റുകളൊക്കെ വരാനുണ്ട്. എന്നിട്ടായിരിക്കും ട്രെയിലർ ലോഞ്ച്. 5 languages, 500 cameras, അത്രയും ഉള്ള രസികர்கள். And the name is STR. സിംബു വന്നപ്പോൾ ഇവിടെ ഉള്ള എല്ലായിടത്തിനും പ്രാന്തായെന്ന് തോന്നുന്നു ഗൈസ്. എന്തൊരു ബഹളം. ആ പെണ്ണിന് 2 പിരി ലൂസാണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ എന്തൊരു ഫാൻ ഫോളോയിങ് ഇങ്ങേർക്ക്. എനിക്കോട് കമൽ സാറിന് പോലും ഇത്രയും വലിയൊരു ബഹളം എനിക്കറിഞ്ഞില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പുള്ളി അപ്പിയറൻസ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഭീകര റെസ്പോൺസ് കേട്ടാ. എനിക്ക് സംശയമുണ്ട് സിംബു ചേട്ടാ, ഇത് ഫാൻസ് മീറ്റ് ആണോ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആണോ എന്ന്. ഓ,
ആ പാവം മനുഷ്യനെ പറയാൻ സമ്മതിക്കണടാ. എന്റെ മോനെ കൈ എന്തൊരു വൈബ്. എടാ എന്താണ് ഇവിടെ നടക്കണത്? എന്താ ഇവിടെ? ആ എന്റെ മോനെ பின்னாடி இருக்கவங்க அப்பதான் தெரியும். கைண்ட் ரிக்வெஸ்ட் பண்ணி அப்படியே உட்கார்ந்துடலாம். சென்டர்ல இருக்கவங்க ஒரு ரசிகரா அது ஒவ்வொரு முறையும் நாங்க பார்ப்போம். ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് സെഡ് ആയി പോയി ഗൈസ്. ഈ മണ്ണും ചാരി നിന്നവള് പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിൽ നിന്നും ഓരോ ആൾക്കാർ സംസാരിക്കണോടാ. അപ്പൊ എന്നെ ഇവരെല്ലാം വിളിച്ച് അവിടെ നിർത്തിയപ്പോഴത്തേക്ക് മലയാളം പാതി പോലും പറയാൻ അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു കിഴങ്ങ് ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് പോയി. അത് എനിക്ക് ഭയങ്കര വിഷമമായി പോടാ. ഞാൻ കേറാനുള്ളതല്ലായിരുന്നു. കമൽ സാർ പിടിച്ച് ഊക്കി വിടുകയും ചെയ്തു. എന്തൊരു മലയാളം ഒന്ന്. തമിഴിലുള്ള ആരോ ആണ് ഗൈസ്. ഞങ്ങളെ ചതിച്ചു ഗൈസ്. മലയാളികളുടെ റെപ്രസെന്റേഷൻ വന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കാതിരുന്നേടാ, ലാലേട്ടനും മമ്മൂക്കയും തമിഴിലെ എല്ലാ സൂപ്പർ സ്റ്റാർസും ആയിട്ട് ഒരു മാസി ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ കാണണം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം തമിഴ് ഓഡിയൻസും മലയാളം ഓഡിയൻസും ഒന്നിക്കണമെന്നുള്ള ഒരു ആഗ്രഹം. ഇതൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവള് ചെന്നിട്ട് അവളുടെ അമ്മൂമ്മേരെ കോമഡി ചോദ്യം ചോദിച്ചു. എവിടെയാണ് നീ? കമൽ സാർ പക്ഷെ എല്ലാരും വിളിച്ചു. പക്ഷെ എടാ എന്നെ അവിടെ പറഞ്ഞു ഇപ്പൊ കയറോ സമയമായില്ലെന്ന് പറഞ്ഞാൽ മലയാളം എവിടെയും സംസാരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഗൈസ്. ഇതാണ് ഈ ഓപ്പർച്യൂണിറ്റീസ്. ഡാമിറ്റ് അവളാണത് പിടിച്ചത്. ഹർ ഹസിൽ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി ഗൈസ്. അടുത്ത മണിരത്നം സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഇനി വേറെ ഏതെങ്കിലും ഉടായിപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം പ്രതീക്ഷ വയ്ക്കണില്ല. ഇനി നടക്കും തോന്നല ഗൈസ്. കഴിഞ്ഞു. ഇപ്പോ മണിരത്നം സാറും തൃഷ ചേച്ചിയും കമലഹാസൻ സാറ് സിംബുവും കൂടെ സ്റ്റേജിൽ ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇരിക്കണം. എന്റെ വിരലുകളിലൂടെ വഴുതിപ്പോയി സുഹൃത്തുക്കളെ ആ ഓപ്പർച്യൂണിറ്റി. ട്രെയിലർ കാണാൻ ഇനി നമുക്ക് വരും. ഒരു ദിവസം വരട്ടെ. എന്റെ മോനെ ട്രെയിലർ ലോഞ്ച് ആയപ്പോ നോക്കിയ എത്ര ക്യാമറ പൊങ്ങിയിരിക്കണെന്ന്. ഓ ഇവിടെ എല്ലാണും വൺ ഹൈപ്പില് കേട്ടാ. ഓപ്പോ എന്റെ മോനെ ഇച്ചാതി ട്രെയിലർ ലോഞ്ച്. ഓ കൊടൂര മാസ്. അവരൊന്നുകൂടെ ആയിട്ട് ബഹളം കാരണം ഗൈസ്. കാവടി തുള്ളി നിന്നാ ഞാനിപ്പോൾ ട്രാജഡി ആയിട്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. എന്തായാലും ഇവരൊരു പെട്ടിയും കുട്ടിയൊക്കെ തന്ന് അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എടാ എനിക്ക് അവിടെ കാണാൻ പറ്റില്ലടാ. ഞാൻ കയറി ചോദിക്കണം. ഉടായിപ്പ് മലയാളി അല്ലേ ഇരുന്നാടി അവള്? അല്ലേ? അവക്ക് മലയാളം പോലും മലയാളി എന്നും പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മൾ മലയാള സമൂഹം ചതിക്കപ്പെട്ടു സുഹൃത്തുക്കളെ. നമ്മൾ പറ്റിക്കപ്പെട്ടു, നമ്മൾ കബളിപ്പിക്കപ്പെട്ടു. അതെ അവക്ക് മലയാളം അറിയാം. അതുകൊണ്ട് അവൾ ഉടായിപ്പ് കാണിച്ച്. അതെ നമ്മളെ പറ്റിച്ചു. ഇത് പിടിയടാ. അയ്യോ അവനെ പറ്റി ഗൈസ്. ഞാൻ പറഞ്ഞ കണക്ക് ഒരു ദിവസം വരട്ടെ. എനിക്ക് വിഷമമായടാ. എന്തിനു കമലഹാസൻ സാറിന്റെ തോളോട് തോള് ചേർന്ന് നിൽക്കണ്ട, അടുത്ത് നിന്നാ മതി എനിക്ക്. നമ്മള് വരട്ടെ ഗൈസ്, വരട്ടെ. നമുക്കുണ്ടല്ലോ പോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ. നമ്മൾ പൊളിക്കും ഗൈസ്. അല്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമുക്ക് 8:30 ഫ്ലൈറ്റ്. നിങ്ങൾക്ക് മുമ്പായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നിച്ച് എയർപോർട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മളെ വണ്ടി എവിടെ? ഓ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ ടാറ്റ, ബൈ ടാറ്റടാ. നൈസ് ടു മീറ്റ് യുടാ മക്കളെ. പോയിട്ട് ഓക്കെ. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. മഹാബലിപുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തി. എടാ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോടാ ഇത്? ഇത് പറ്റൂലേ? എടാ പറ്റുമോ? പക്ഷേ നമ്മൾ ടാക്സി അണ്ണന് കൊടുത്താലാ ഇത്? അണ്ണേ ഇതാ നീങ്ക വെച്ചോ. കമലഹാസൻ സാറിനെ പിടിക്കുമോ? ரொம்ப பிடிக்கும் சார். ஃபர்ஸ்ட் தக் லைஃப் வேணும்னா ஐ அம் ஃப்ரண்ட் பேஜ் மே. ഓ ഓഡിയോ ലോഞ്ച്. യെസ് മിസ്. എല്ലാത്തിനും നിങ്ങൾ പോയാ? ஆமா சார். അപ്പൊ ഇത് വെച്ചിരിക്കുന്നോ? എന്നോട് പേര് കാർത്തിക് സൂര്യ. പ്രകാശ്. അപ്പൊ പ്രകാശ് സെയിം നമ്പർ ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഈ അണ്ണന് ഭയങ്കര സന്തോഷമായി. എടാ അങ്ങേര് ഭയങ്കര ഡൈഹാർഡ് ഫാൻ ആയിരുന്നടാ.
ഹാപ്പി ആയി പുള്ളി. ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി അങ്ങേരാകുമ്പോഴത്തേക്ക് അത് ജീവിതകാലം മൊത്തം അത് അങ്ങേര് സൂക്ഷിച്ചു വയ്ക്കും, പൊന്നുപോലെ കാക്കും. ഒരു സന്തോഷം. ഇനി കയറട്ടെ സുഹൃത്തുക്കളെ, എന്റെ മനസ്സിൽ നിന്ന് ഏപ്പരാച്ചിയുടെ മുഖം പോണില്ല. ഞാൻ കുട്ടീനെ വ്ളോഗ് കാണുമോ? തള്ളേ കലിപ്പ് തീരണില്ലല്ല.